ഇത് AKG സെന്റർ പോലും പറയാത്ത ക്യാപ്സൂളാണ്. ഫ്രഷാണ് ഇത്, ഫ്രഷ് ക്യാപ്സൂളാണ് ഇത്. ഇത് AKG സെന്റർ ഉപയോഗിക്കാത്ത ക്യാപ്സൂളാണ്. ഒന്നും കിട്ടിയില്ലേ? എന്തായിരുന്നു വിഷയം? മണിക്കർ ചോദിച്ചു, വീണ വിജയന്റെ എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട് 1,72,00,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സാർ, ഇത് അക്കൗണ്ട് വഴി വന്ന പൈസയാണ്. എന്നിട്ട് ആ അക്കൗണ്ട് വഴി വന്ന പൈസക്ക് GST അടച്ചിട്ടുണ്ട്. സർവ്വ കണക്കുകളും ഞങ്ങളുടെ കയ്യിൽ. എന്റെ ചോദ്യം അതല്ല, എന്ത് സേവനത്തിനാണ് ആ പൈസ കിട്ടിയെന്നാണ് ചോദ്യം. താങ്കൾ IT വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ താങ്കൾ പറയൂ. സർ, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി ഒരു ചെറിയ കാര്യം താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട്. എന്തിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്? കേൾക്കൂ സാർ, കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ ആ വാഷിംഗ് മെഷീന്റെ ഗ്യാരണ്ടി കഴിഞ്ഞാൽ അതിന് 1 വർഷത്തേക്ക് ഒരു AMC എടുക്കുന്നു. സാർ, അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇത് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഏതാണ്? ഇവിടെ അലക്കേന്ദ്രം ഇല്ല, സോഫ്റ്റ്വെയർ ആണ്. താങ്കൾ വിഡ്ഢിവേഷം കെട്ടരുത്. ഞാൻ ചോദിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ? ഇത് ആരാ വിഡ്ഢിവേഷം? ഏത് സോഫ്റ്റ്വെയറിന്റെ AMC? അതായത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുക്കുന്ന ആനുവൽ മെയിൻ്റനൻസ്. ഏത് സോഫ്റ്റ്വെയർ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. എന്തിനുള്ള സോഫ്റ്റ്വെയർ? നിങ്ങൾ പ്രവർത്തിക്കുന്ന IT കമ്പനിയിലുമുണ്ട് സാർ. ഏതിന്? അങ്ങനെ പോലെ ഏത് സോഫ്റ്റ്വെയർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? അത് പറയൂ. അത് ഉത്തരം പറ. അത് സാർ, എക്സാലോജിക് കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന സ്ഥാപനത്തിന് കൊടുത്ത AMC അതാണ് സാർ. എന്തിനുള്ള AMC? പോയല്ലേ, തീർന്നില്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എന്തിനുള്ള AMC? എന്ത് സേവനത്തിനുള്ള ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്? വാഷിംഗ് മെഷീൻ മേടിച്ചതിനാണോ? ഫ്രിഡ്ജ് മേടിച്ചതിനാണോ? എന്തിനുള്ള AMC? അവർക്ക് വേണ്ടി അവര് കൊടുത്തിരിക്കുന്ന ആവശ്യമായ അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റകൾ. ഏത് ഡേറ്റ? എന്ത് ഡേറ്റ? അതൊന്നും എനിക്കറിയാൻ മേല. അല്ലല്ല, അങ്ങനെ താങ്കളെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ചർച്ചകൾ തെറ്റായിട്ട് കൊണ്ടുപോകരുത്. ഞാനല്ലല്ലോ, ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് പറയുന്നത്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അവരുമായി കോൺട്രാക്ട് ഉണ്ട്. ഇല്ല, എന്തിനുള്ള കോൺട്രാക്ട്? എന്ത് സേവനം? ഏത് സോഫ്റ്റ്വെയർ? അവരുടെ കമ്പനിക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. ആവശ്യമായ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയറിൽ അവിടെ വാരി കൊടുക്കുവാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ? അവരുടെ കമ്പനി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്നത്. കമ്പനിയിലെ എന്തിന് സാർ? കമ്പനിയിലെ എന്തിന്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈനംദിന പ്രവർത്തനത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അക്കൗണ്ട്സ് ആണെങ്കിൽ അത് ടാലി മറ്റ് സോഫ്റ്റ്വെയർ വേണം. അവർക്ക് ഇമെയിൽ അയക്കാനും അവർക്ക് വേർഡ് ഡോക്യുമെന്റ് അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ് പ്രോസസർ ആണെങ്കിൽ അവർക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് വേണമായിരിക്കും. അവർക്ക് ഒരു പ്രസന്റേഷൻ ഒക്കെ റൺ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ അതിലെ പവർ പോയിന്റ് അവർ ഉപയോഗിക്കുന്നുണ്ടാവും. അവരുടെ HR-ന്റെ എന്തെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ, അവരുടെ ഒരു CMS മാനേജ് ചെയ്യാൻ, എംപ്ലോയീസിന്റെ ലീവ് മാനേജ് ചെയ്യാൻ, ടൈം ഷീറ്റ് മാനേജ് ചെയ്യാൻ ഒക്കെ സോഫ്റ്റ്വെയറുകളാണ്. ഇതിൽ എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ മതി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അങ്ങനെ സമയം അപകരിച്ചുകൊണ്ട് പോകരുത്. സമയം താങ്കളാണ് അപകരിക്കുന്നത്. എന്തിനുള്ള സോഫ്റ്റ്വെയർ? ഞാൻ 10,000-ാമത്തെ തവണ ചോദിക്കുന്നു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. 10,000 ഞാൻ 20,000 തവണ പറയുന്നു. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ഈ പറയുന്ന കമ്പനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ? വേണ്ട സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ പറഞ്ഞ തരുവാണോ ചെയ്യുന്നത്? എന്റെ ശ്രീ ആയൂർ ബിജു, എന്തിനുള്ള സോഫ്റ്റ്വെയർ? എന്ത് സേവനം? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ ഏത്? കമ്പനി നടത്തിപ്പോയിട്ടുള്ള എന്ത്? ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ടയർ മാറ്റിയിടാം, അതിന് മ്യൂസിക് സിസ്റ്റം വെക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഒരു വീടുമായി ബന്ധപ്പെട്ട് വാഷിംഗ് മെഷീൻ, മിക്സി. അതേപോലെ ഈ കമ്പനിയിൽ എന്താണ് ഇവർ കൊടുത്തത്? വാഷിംഗ് മെഷീൻ ആണോ കൊടുത്തത്? പിന്നെ ചൂടാണ്ട് AC ഇല്ല. എന്തിന്റെ സോഫ്റ്റ്വെയർ ആണെന്ന് പറയും? അല്ലല്ല, ഈ കമ്പനി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമായ സോഫ്റ്റ്വെയർ. എന്ത് കമ്പനി നടത്തിപ്പിന്? എന്ത്? ഷട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള സോഫ്റ്റ്വെയർ ആണോ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? അല്ല, താങ്കളെ ഞാൻ നേരത്തെ പറഞ്ഞു, താങ്കളെ പോലുള്ള ഒരു വ്യക്തി
അങ്ങനെ വിഡ്ഢിവേഷം കെട്ടി വിഡ്ഢിവേഷം കെട്ടുന്നത് ആരാണ് ഈ ചർച്ച കാണുന്നവർ? താങ്കൾ യൂട്യൂബിലെ കമന്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്കൂ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. യൂട്യൂബിൽ താങ്കൾ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കൂ. വിഡ്ഢിവേഷം കെട്ടുന്ന ആരാണ് ആൾക്കാർ? സോഫ്റ്റ്വെയർ, എന്ത് കാര്യത്തിനുള്ള സോഫ്റ്റ്വെയർ അത് പറയാൻ കഴിയുമോ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും എന്ന് പറയുന്ന കമ്പനിയും ഈ കമ്പനിയുമായി ചേർന്ന് അവരുടെ കമ്പനി പ്രവർത്തിക്കുന്ന ആവശ്യമായ സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഒരു പട്ടാകട്ടി കൊടുത്തില്ല പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനിയുടെ ആൾക്കാർ പറയുന്നത് താങ്കൾ കേൾക്കൂ. ആ കമ്പനിയുടെ ആൾക്കാർ IT ആക്ടിന്റെ 1961 IT ആക്ടിന്റെ സെക്ഷൻ 132(4) പ്രകാരം എവിഡൻഷ്യറി വാല്യൂ ഉള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് ആ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. എവിടെ പോണു? വെള്ളം കുടിക്കും. അവരാണ് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, പവർ ബിൽഡർ, ടാലി എന്നീ സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പവർ ബിൽഡർ എന്ന് പറയുന്ന സാധനത്തിലാണ് അവർക്ക് മെയിന്റനൻസ് ആവശ്യമായി വരുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അവിടെ 2-3 സ്റ്റാഫ് ഉണ്ട്. മറ്റാരും അത് ചെയ്യുന്നില്ല. അപ്പൊ ഇവർക്ക് ആർക്കും അറിയാത്ത കമ്പനി പ്രവർത്തിക്കുന്നതിന് വേണ്ട ആവശ്യമായ മറ്റെന്ത് സോഫ്റ്റ്വെയർ ആണ് സാർ അവിടെ ചെയ്യുന്നത്? അവിടെ തൂക്കാനും തുടയ്ക്കാനും ഉള്ളതാണോ? അതോ അവിടുത്തെ ഈ ജനലുകൾ തുറക്കാനും അടയ്ക്കാനും ഉള്ളതാണോ? ഷട്ടർ പൊക്കാനും താക്കാനും ഉള്ളതാണോ? കരിമണൽ പ്രോസസ് ചെയ്യാനാണോ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് പറയൂ. എന്താണ് സേവനം? അതാണ് ചോദ്യം. വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. എന്ത് സേവനത്തിനുള്ള ഏത് സോഫ്റ്റ്വെയർ ആണ്? നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. ഈ കമ്പനിയുമായി എക്സോലോജിക് എന്ന് പറഞ്ഞ വീണ വിജയൻ എന്ന് പറയുന്ന ആളുടെ കമ്പനിയും ഈ പറയുന്ന കമ്പനിയുമായി അവർക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർ ആവശ്യമായി എന്ത്? അതല്ല ഉദ്ദേശം. അവർക്ക് എന്താ ആവശ്യം? അവരുടെ കമ്പനി അവർക്ക് എന്താണ് ആവശ്യം? അല്ല ഞാൻ നേരത്തെ പ്രിയപ്പെട്ട ആയുർ ബിജു, താങ്കൾ ഇങ്ങനെ കിടന്നുരുളാതെ പ്ലീസ്. താങ്കൾക്ക് അറിയില്ല സോഫ്റ്റ്വെയർ അറിയില്ല. താങ്കൾ പേരിനോടൊപ്പം ആയുർ ബിജു എന്നുള്ളതിൽ ആയുർ ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ആയുർ ബിജു എന്ന പേരിലുള്ള ആയുർ ഉപേക്ഷിക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന. കാരണം ആയൂരിലുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ശ്രീ ബിജു, താങ്കൾ ഉരുളുന്നത് ആയൂരിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് നിർത്തി അവമാനിക്കുവാണെന്ന്. വീണ വിജയന്റെ കമ്പനിയും ഈ പറയുന്ന കമ്പനി, നിങ്ങൾ ഈ പറയുന്ന കമ്പനിയുമായിട്ട് അവരുടെ കമ്പനി നടത്തുന്നത് ആവശ്യമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകൾ കൊടുത്തിട്ടുണ്ട്. എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തത്? അതാ ചോദ്യം. എന്ത് സോഫ്റ്റ്വെയർ കൊടുത്തു സാർ? ഇനി ഞാൻ ചോദിക്കാം ശ്രീ ആയുർ ബിജിനോട്, അവിടുത്തെ എംപ്ലോയി മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണോ? പറയൂ സാർ. മുഴുവൻ കാര്യങ്ങളും അതുമായി ആ ഭാഗവുമായി ബന്ധപ്പെട്ട് അവരുടെ മുഴുവൻ കാര്യങ്ങളോ? അപ്പൊ പിന്നെ ഓഫീസും ടാലിയും പവർ ബിൽഡറും ഒക്കെ എന്തിനാ സാർ? ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുമ്പോൾ പ്ലീസ്, ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുമ്പോൾ അതിൽ പേനയുടെ സോഫ്റ്റ്വെയർ ഉണ്ടോ, പിന്നിന്റെ നിങ്ങളുടെ ആയൂരിലുള്ള വീട്ടിൽ എത്ര സോഫ്റ്റ്വെയർ ഉണ്ട് അത് പറയും. എനിക്കൊരു കമ്പനി ഉണ്ട് സാർ. ഉപയോഗിക്കുന്നത് എന്റെ പൊന്ന് ബിജു ചേട്ടാ. അല്ലല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ എടുത്തിട്ടുണ്ട്. എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സാർ? എന്തിനുള്ള സോഫ്റ്റ്വെയർ ആണ്? ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും എന്തൊക്കെ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടിങ്, എന്നിട്ട് സെയിൽസ്, വെരി ഗുഡ്, അക്കൗണ്ടിങ്, ഞങ്ങളുടെ സെയിൽസ്, സാലറി, ക്രെഡിറ്റ് ബില്ല്, ഡെയിലി വേജസ്, മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇനി ഞാൻ ചോദിച്ചോട്ടെ, CMRL-ന്റെ അക്കൗണ്ടിങ്, സാലറി പ്രോസസിംഗ്, ടാക്സ് മാനേജ്മെന്റ്, ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണോ എക്സാലോജിക്ക് കൊടുത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആണോ? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അത് തന്നെയാണ്. അല്ല, നിങ്ങൾ ആണോ? ആണോ? അല്ലല്ല, ആണോ? അതെ. ആണോ അല്ലയോ? അതെ. ഞാൻ അതേന്നോ? എവിടുത്തെ ഇത് എവിടുന്ന താങ്കൾക്ക് ഈ വിവരം കിട്ടിയത്? ഈ വിവരം താങ്കൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? AKG സെന്ററിന് പറയാറില്ലത്. ഇത് AKG സെന്റർ പോലും പറയാത്ത ക്യാപ്സൂളാണ്. ഫ്രഷാണ് ഇത്, ഫ്രഷ് ക്യാപ്സൂളാണ് ഇത്. AKG സെന്റർ ഉപയോഗിക്കാത്ത ക്യാപ്സൂളാണ്. അല്ല, AKG സെന്റർ എന്ന് പറയുന്നത് വേറെ മോശമായ ഒരു സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞില്ല.
വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. ആണെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല. ഇത് AKG സെന്ററിൽ നിന്ന് ഔദ്യോഗിക വക്താക്കൾക്ക് കൊടുക്കാത്ത ക്യാപ്സ്യൂളാണ്. ഇന്നേ വരെ ഒരാളും പറഞ്ഞിട്ടില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.